മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ CSSD, റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ BJP ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് തൃശൂർ ലോക്സഭാ സീറ്റാണ്. താമര വിരിയുന്നത് തൃശൂരിലാകുമെന്നാണ് കണക്ക് കൂട്ടൽ. BJPയുടെ ഏറ്റവും ഒടുവിൽ നടന്ന അവലോകന യോഗത്തിൽ BJP വിജയിക്കുമെന്നാണ് പ്രവർത്തകർ അറിയിച്ചത്. കൂടുതൽ വോട്ടുകൾ ചേർത്താൻ കഴിഞ്ഞതും സ്ത്രീ വോട്ടുകൾ കൂടുതൽ ലഭിക്കുമെന്നതുമാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിന് കാരണമാകുക എന്നാണ് കണക്കുകൂട്ടൽ. കഴിഞ്ഞ 3 വർഷമായി സുരേഷ് ഗോപി തൃശൂരിൽ സജീവമാണ്. സ്വന്തം കീശയിൽ നിന്ന് പോലും പണമിറക്കിയാണ് സുരേഷ് ഗോപി പ്രചാരണം നടത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ സുരേഷ് ഗോപിയുടെ പ്രചാരണത്തിനായി എത്തിയിരുന്നു. സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം ഒരു പരിധിവരെ ജയിച്ചു കയറാൻ കാരണമാകുമെന്നാണ് അണികളിലെ പ്രതീക്ഷ. എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചിട്ടും ഇക്കുറി തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വിജയിക്കാനായില്ലെങ്കിൽ BJP കേരള ഘടകത്തിന് കേന്ദ്രത്തിൻ്റെ വലിയ പഴി കേൾക്കേണ്ടതായി വരികയും ചെയ്യും. ഇതിനിടെ UDFും LDFും ഇപ്പോൾ കാണിക്കുന്ന ആശങ്ക തോൽവി മണക്കുന്നതും മൂലമാണോ എന്നും സംശയമുണ്ട്. എന്തായാലും ജൂൺ 4 യഥാർത്ഥ ചിത്രം തെളിയും. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, Facebook ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.